വിളിച്ചു പറഞ്ഞു. പപ്പ ഞെട്ടിപ്പോയി. എന്നോട് അപ്പ ഇങ്ങനെ പറഞ്ഞു, എടി ഇങ്ങനെ നോബിള് മരിച്ചു പോയെന്ന് പറഞ്ഞപ്പോ നോക്കട്ടെ ഞാൻ തുറന്നു നോക്കാം. തിന്നേച്ച് ബാക്കി ഇരുന്നാണോ? കണ്ടിട്ടില്ലേ? ഇല്ല. യൂത്തന്മാരുടെ ചെരുപ്പ. വരേണ്ട പ്രായത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഇനി സ്വയം ചെയ്യേണ്ട പ്രായമായി സ്വയം ചെയ്തുകൊള്ളുക. ഇന്ന് വൈകുന്നേരത്തെ ദിവസം തുടങ്ങുന്നത് അപ്പയുടെ പപ്പായ കട്ടിങ്ങിലൂടെ കേട്ടോ. പപ്പായ വാങ്ങിച്ചോണ്ട് വന്നതാ. പിന്നെ നമ്മുടെ 3 പേരും കൂടെ വന്നപ്പോ പിക്ക് ചെയ്തോണ്ട് വന്നപ്പോ ഫസ്റ്റ് തിങ് ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് അപ്പയ്ക്ക് എന്തോ ഉള്ളൂ. അതല്ല, ഇതിനകത്ത് ഒരെണ്ണം കട്ട് ചെയ്ത് ഭയങ്കര ഫ്രീ ആയിട്ട് തന്നാവില്ല. ആണോ? അത് ഭയങ്കരമായിട്ട് പഴുത്തു. എത്ര എണ്ണം വാങ്ങിയപ്പോ? 3 എണ്ണമാണ് സാധാരണ മേടിക്കുന്നത്, 3 കിലോ. അപ്പൊ ഡിസ്കൗണ്ട് വേണമെന്ന് പറഞ്ഞപ്പോ അവര് അതിന് പകരം 1 എണ്ണം തന്നു. പക്ഷെ അത് ഇച്ചിരി പഴുത്ത് കൂടിയതാണ്. ഇനി നാളത്തേക്ക് ഇരുന്ന് ചെത്താൻ പറ്റില്ല. ഓ, അമ്മയാണ്ടൊക്കെ ഇരുന്ന് തിന്ന. നീ മമ്മിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വരിക്കപ്ലാവ് നട്ടുണ്ടായ പ്ലാവേലെ ചക്ക പഴുത്തത് അപ്പ ഇട്ടു. ഞാനത് അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് തേങ്ങ ശർക്കര ഇട്ടതാ നിനക്ക് കഴിക്കാൻ വെച്ചേക്കണേ. സംസാരിക്കാതെ പോയി ഇരുന്ന് കഴിച്ച് കാപ്പിയായിട്ട് വരാം. ഞാനിങ്ങനെ വർത്താനം പറയണ കേൾക്കുമ്പോ ഒരുപാട് വ്യൂവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് പുതിയവരാണെന്ന് എനിക്ക് തോന്നണം. അതേ പഴയവരാണോ എന്നറിയില്ല. പഴയവർ പറയാൻ കാര്യമില്ല. അമ്മ ഭയങ്കര കണിശക്കാരിയാന്ന് പറയും. ഞാനൊരു കണിശക്കാരിയല്ല. വീട്ടമ്മമാരുടെ സാധാരണ രീതിയിലുള്ള കണിശതകൾ മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. ഞാൻ സംസാരിക്കുമ്പോൾ ആ ടൂണിലാന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെ കണിശക്കാരി എന്ന് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കില്ല കേട്ടോ. കാരണം ഞാനിങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയണോ, അത്രേ ഉള്ളൂ. അതിനകത്ത് അമ്മ എന്നാ തുറന്നപ്പോ കഴിച്ചത്? ഇതിനകത്തൊന്നും ഇല്ലേ? empty vessel. അതെന്നാ? വൈകിട്ടത്തേക്ക് ചാള. ചാള കൊറേ നാളായി ഇവിടെ കണ്ടിട്ട്. അത് നാടൻ മത്തി 1 kg 300 rupees. അപ്പൊ 1 kg മേടിച്ചു. അത് ശരി. ഇന്ന് പോയി മേടിച്ചു. ഒരുപാട് മുട്ടയും മധുരവും ഉണ്ട്. പുറത്ത് വരാതെ നല്ല മധുരാണോ? അയ്യോ, തേൻ മധുര. ഭയങ്കര മധുര. കടും മധുര. പക്ഷേ എനിക്ക് ഇത്രയും പഴുത്ത ഇഷ്ടമല്ല. എനിക്ക് കടുകടുന്ന് കടിക്കുന്നതാ ഇഷ്ടം. കടും മധുരമൊക്കെ ഉണ്ടോ? ആർക്കും ഓക്കെ. അപ്പൊ നമുക്കിനിയും എന്നതാ ദേ ഇരിക്കണു പപ്പായ ഇരിക്കണു. ഇത് മുഴുവൻ അപ്പം മേടിച്ചതാണോ? ഓ മൈ ഗോഡ്. ഇത് മൊത്തം അപ്പം മേടിച്ചതാട്ടോ. ഓരോ ദിവസങ്ങളായിട്ട് ഇനി കഴിക്കാം. അതെ, നമുക്ക് എന്താണ് ഇവിടെ അമ്മ ദേ വെച്ചിരിക്കണേന്ന് നോക്കാട്ടോ. അതേ ഇരിക്കണു. ഞാൻ നട്ട പ്ലാവിലെ ചക്ക വിളയിച്ചതാണ് കേട്ടോ. ഉഗ്രനാണോ നമുക്ക് നോക്കണ്ടേ? വേഗം പോരാത്. വിളയിച്ച ചക്കയാട്ടോ. വിളയിച്ചതെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു തേങ്ങയും ശർക്കരയിട്ട് വേവിച്ചെടുക്കണേന് നമ്മൾ പറയണ ഭാഷ വിളയിക്കണം. മറ്റേ ചക്ക വിളയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുവ പരുവത്തിൽ വിളയിക്കുന്നതുകൊണ്ട് വരട്ടി വെക്കണമെന്നുണ്ട്. പല രീതിയിലും പലതിനും പറയും. എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും ഞങ്ങൾ വിളയിക്കണം എന്ന് പറയും. അതായത് ചക്കപ്പഴം വേവിച്ചേക്ക് അതിൽ തേങ്ങ ശർക്കര ഇട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഓക്കെ, അതാണ് പല സ്ഥലത്തും പല രീതിയിൽ അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. നല്ല ചൂട് കോഫിയും വൈകിട്ട് കണ്ടോ, ചൂട് കോഫി ആൻഡ് ചക്ക വിളയിച്ചത്. ദേ നമുക്കിനി ഇത് ഇച്ചിരി എടുത്ത് ദേ ഇങ്ങനെ അങ്ങ് കോരി കഴിക്കണം. ആഹാ, ചക്കപ്പഴം ഈ രീതിയിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാരൊക്കെയാന്ന് പറയണം. ഞങ്ങൾ ഇതിന് വിളയിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പം അമ്മ പറഞ്ഞല്ലോ. അപ്പം എല്ലാവർക്കും മനസ്സിലാവാൻ കൂടിയാണ് ഞാൻ ഈ രീതിയിൽ നിന്ന് പറഞ്ഞത്. വിളയിച്ചതെന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും ഇതല്ല വിളയിച്ചതെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാട്ടോ ഈ രീതിയിൽ നിന്ന് പറഞ്ഞത്. ഇത്തവണ പല സ്ഥലത്തും ചക്കയും മാങ്ങയൊക്കെ കുറവാന്ന് തോന്നുന്നു.
തോന്നേ സമ്മർ ഭയങ്കര കഠിനല്ലായിരുന്നോ? നമ്മുടെ ഒത്തിരി ചക്ക ഇങ്ങനെ ഉണ്ടായി വന്നതൊക്കെ ആപിച്ചു പോയിട്ടോ. കുറെ സ്ഥലത്ത് അങ്ങനെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ കമന്റ് ചെയ്യാം. എന്തായാലും ആറ്റുനോട്ട് ഇപ്പോഴൊക്കെയാണ് കിട്ടണത്. നമ്മൾ തന്നെ നട്ട ഒരു മരത്തിലെ ഫലവൃക്ഷം അത് വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. നല്ല ചക്കയാട്ടോ, ഞാൻ നട്ടുകൊണ്ട് പറയണതല്ല, നല്ല ചക്കപ്പഴം. മഴ നിന്നിട്ട് അമ്മ ഹാപ്പി ആണോ? ചക്ക വിളയിച്ചത്. ഇന്ന് നല്ല സുന്ദരിക്കുട്ടിയാണല്ലോ, പുതിയ നൈറ്റിയൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായി. പക്ഷെ നല്ല രസമുണ്ട് ഈ കളറ്. ഇന്ന് കുറെ യാത്ര ഉണ്ടായിരുന്ന രാവിലെ ഒരു സ്ഥലം വരെ പോയി. അതൊരു അപ്പയുടെ ഒരു ഫ്രണ്ട് മരിച്ചു പോയായിരുന്നു. ഒരു അസ്വഭാവി പെട്ടെന്നാണ് സുഖമില്ലാന്നറിഞ്ഞ് 1.5 മാസം ഇരുന്നോളൂ. അപ്പം അത് പോയി വന്ന് കണ്ടു കഴിഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര അടുപ്പമുള്ള ഒരാളായിരുന്നു. അപ്പം അതിന് പോയി. പിന്നെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞ് ഊണം കഴിഞ്ഞ് കയറി ഒന്ന് കിടന്നു. അത് കഴിഞ്ഞ് വെച്ചാൽ വൈകുന്നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നിന്നെ വിളിക്കാൻ ഇവിടെ ജംഗ്ഷൻ വന്നപ്പോൾ ഞാനും കൂടെ പോന്നതാണ്. അപ്പം അത് കഴിഞ്ഞ് ഇനി കുളിക്കാനുണ്ട്. പക്ഷേ ഇന്നലെ ആ അദ്ദേഹം മരിച്ചെന്ന് പറഞ്ഞപ്പോൾ എപ്പോഴും കണ്ടോ മിക്കവാറും ഒക്കെ കാണുന്നതാണ് നമ്മൾ പറവൂർ ചെല്ലുമ്പോൾ. മറ്റേ ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ അസുഖമെന്ന് നമ്മളെ അറിഞ്ഞൂല. അസുഖമെന്ന് അറിഞ്ഞിട്ട് 1.5 മാസം ആളിരുന്നോളൂ. പക്ഷേ ഇന്നലെ പെട്ടെന്ന് ഇവിടുത്തെ അമ്മച്ചിയുടെ ചേച്ചിയുടെ മോൻ ലാൽച്ചാച്ചൻ വിളിച്ച് പറഞ്ഞപ്പോൾ അപ്പം ഞെട്ടിപ്പോയി. എന്നോടപ്പം ഇങ്ങനെ പറഞ്ഞു, എടി ഇങ്ങനെ നോബിള് മരിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഏത് നോബിളാന്ന് ചോദിച്ചു. പറഞ്ഞു എടി പറവൂര് നോബിളെ അതെന്നെ ആക്സിഡൻ്റ് ആണോ എന്ന് ഞാൻ ചോദിച്ചു. നേരം അപ്പം പറഞ്ഞു ഇങ്ങനെ സുഖമില്ലാതെ വന്ന് പെട്ടെന്നായി പോയെന്ന്. പിന്നെ പോയി കണ്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരല്ലേ നമ്മുടെ. അപ്പം അത് കാരണം ഒരു സുഖമില്ലായിരുന്നു മൊത്തത്തിൽ. അപ്പം ശരി, അപ്പം നീ വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങളെ ഒന്ന് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. കാരണം വലിയ സംഭവങ്ങളൊന്നും ഇല്ല, കൊച്ചു സാധനങ്ങളൊക്കെയാണ്. പക്ഷെ എത്രയൊക്കെ ആയാലും നമ്മൾ വീട്ടിലേക്ക് മേടിക്കുന്ന സാധനങ്ങൾ എത്ര ചെറുതാണെങ്കിലും എല്ലാവർക്കും കാണാൻ ഇഷ്ടമായിരിക്കും. അത് എനിക്കും ഇഷ്ടമാണ്, അമ്മയ്ക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഷെയർ ചെയ്യുന്നതാട്ടോ. ഞാൻ ഓരോന്ന് എടുത്ത് വെക്കാം. അതെ അത് നാളെ ആട്ടോ എക്സ്പയറി. കഴിഞ്ഞ ഓണം വിഷുവിന് എന്തോരം തപ്പി നടന്നതാണെന്നറിയോ? പക്ഷെ ഇത്തവണയാണ് കിട്ടിയത്. ഇനി ഓണത്തിന് ഉണ്ടാക്കാം. ഏതാ ബ്രെഡ് ആയിരിക്കും എക്സ്പയറി. മിൽമയുടെ നാളെ ആമ്പല്ലൂർ മിൽമയിൽ ഇന്ന് ഞങ്ങൾ പറവൂര് പോയപ്പോ കണ്ടതാ. ബിജു ചാച്ചൻ പറഞ്ഞില്ലേ ഒരുപാട് ഐറ്റം കിട്ടുമെന്നാണ്. അവിടെ ഷുഗർ ഫ്രീ ഐസ്ക്രീം എഴുതി വെച്ചു. നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ആമ്പല്ലൂർ മിൽമ വരെ വെറുതെ അങ്ങോട്ടൊന്ന് പോയേച്ച് പോവാം. കാരണം എന്തൊക്കെ ഐറ്റം ഉള്ളത്. അവിടെ ഒരു ഷോപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, കാണാൻ കേട്ടോ. എന്തൊക്കെ ഉള്ളതെന്നും അറിയാലോ. ഇത് നീ മേടിച്ച മാങ്ങയുടെ ബാക്കിയായി. നീലം അല്ലേ? അപ്പൊ ഇത് മാറ്റി വെക്കാം. ഇതൊന്ന ഇത് ഞാൻ പറഞ്ഞ ബൾബ് അല്ലേ? എന്തൊക്കെ നാളെ എപ്പനെ കണ്ടിരിക്കാം. ഓൺലൈനില് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ അത് ഒരെണ്ണത്തിന് മാത്രം ഡെലിവറി ചാർജ് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ നേരിട്ട് അങ്ങ് മേടിച്ചു എന്നുള്ളൂ. ഫിലിപ്സ് അല്ലേ? അതെ. 199. ഇത് ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിൽ നാളെ അടിച്ചു പോയില്ലേ? അപ്പൊ അവിടെ കിടക്കണത് 9 വോൾട്ടിന്റെ. അത് പോരാ, ഒരെണ്ണം കത്തിച്ചിടുമ്പോ അത് ഇച്ചിരി പോരായിരിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞോളൂ ഇവിടെ ഫോൺ ചോദിക്കാം, നാളെ ആവട്ടെ എന്ന് പറഞ്ഞിരുന്നോളൂ. ഇത് 2 എണ്ണത്തിന് 53 രൂപ. ഓഫറാണോ? ചെറിയ ഓഫർ ഉണ്ടെന്ന് തോന്നണ്. സ്കിൻലെസ്സാ, മറ്റേതുപോലത്തെ മുടിയൊന്നുമില്ല. മനസ്സിലായി. ഇതൊന്നും കളഞ്ഞു വെച്ചത് അടർത്തി എടുത്താൽ മതി. അതെ. അതൊരു വൈറ്റ്നർ മേടിച്ചതാ. അതെനിക്ക് കുറച്ച് കാൽക്കുലേഷൻസ് നടത്താനുണ്ട്, അതിന് വേണ്ടി മേടിച്ചതാ. അത് അമ്മയ്ക്ക് വറുത്തരപ്പ്. ഞാൻ ടേസ്റ്റി നിബിൾസിന്റെ കുറേ ദിവസം അവിടെ പോയി നോക്കി, പക്ഷെ ലുലുവില് കണ്ടില്ല. പിന്നെ ഓൺലൈനിൽ എടുക്കാന്ന് ഓർത്തു, പക്ഷെ പിന്നെ നേരം കിട്ടിയില്ല. പിന്നെ അവിടെ ചെന്ന് കണ്ടപ്പോ മേടിച്ചു. വേറൊരു കാര്യം പറയട്ടെ, ഈ കൂടെ പ്രൊമോഷൻ ഇതായിട്ടൊന്നും ആണെന്നൊന്നും ആരും വിചാരിക്കണ്ട. പ്രൊമോഷൻ അല്ല ഞാൻ പറയണേ. നമ്മുടെ ഷാറ കറി പൗഡർ, അതായത് ഞാൻ ഷെർലി ചേച്ചി, തേങ്ങാ വറുത്തരപ്പായിട്ടില്ല, തേങ്ങാ ചമ്മന്തിപ്പൊടി ഉണ്ട്. ചമ്മന്തിപ്പൊടി
ഇഡലിപ്പൊടി ദോശപ്പൊടി എല്ലാം ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം കേട്ടോ. അപ്പൊ വിപുലീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി പറയണുണ്ട്. ആ വീഡിയോ വരും, അന്നേരം നിങ്ങൾക്ക് കേൾക്കാൻ കൃത്യമായിട്ട്. അപ്പൊ ചെറു ചേച്ചി ഇന്നലെ വിളിച്ച് വേറൊരു ആവശ്യത്തിന് വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ദോശ ചമ്മന്തിപ്പൊടിയുണ്ട്, തേങ്ങ വറുത്ത് പിടിച്ച് നമ്മളെ ഉണ്ടാക്കൂലേ വറുത്തര ചമ്മന്തി എന്നാ ഞങ്ങള് വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ചമ്മന്തിപ്പൊടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഷാറ കറി പൗഡർ. അപ്പൊ ഇത് തേങ്ങ വറുത്തരച്ചത് അല്ലേ? നോക്കട്ടെ, ഞാൻ തുറന്നു നോക്കാം. ആ ബില്ല് അത് ബില്ലിലേക്ക് വെച്ചേക്കാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബില്ല്. ഇത് തിന്നേച്ച് ബാക്കി ഇരുന്നാണോ? 3 കൃത്യം കണ്ടപ്പോ എനിക്ക് നീ പറ്റിക്കാൻ വേണ്ടി സെല്ലോത്തെ കുറിച്ച് അടച്ചു വെച്ചല്ലോ. എന്റെ ചേർത്തപ്പെട്ട പണി പോലെ പഴം 3 അവള് കഴിച്ചേച്ച് ബാക്കി വെച്ചേക്കണം കേട്ടോ. നിങ്ങളെ പ്രേക്ഷകരൊന്നും വിചാരിക്കണ്ട. അത് തക്കാളിപ്പഴം. മാറ്റം നമ്മുടെ ഷൈനി സുരേഷ് ചേച്ചി തക്കാളിപ്പഴം കൊണ്ട് മുട്ട ചേർത്ത് കറി വെക്കൂന്ന് പറഞ്ഞപ്പോ അന്നേരം തൊട്ട് ഞാനത് മനസ്സിലാക്കണം. നമ്മുടെ ടൊമാറ്റോ ഓംലെറ്റ് പോലെ തന്നെ. അല്ല, എനിക്ക് തോന്നണത് പച്ചത്തക്കാളിയാണോന്നൊരു സംശയം. അല്ല, തക്കാളിപ്പഴം എന്നാ പറഞ്ഞേക്കണേ. എഴുതിയിട്ടുണ്ട്. നാളെ ചെയ്യാം. തക്കാളിപ്പഴം വിത്ത് മുട്ട. ടൊമാറ്റോ ഓംലെറ്റിന്റെ വേറൊരു ഫോം. മനസ്സിലായി. ചെയ്യാൻ നാളെ ഇരിപ്പുണ്ട്. ബില്ലുകളെല്ലാം അതിൽ കിടപ്പുണ്ട് കേട്ടോ. അത് നമ്മുടെ മൊസറില്ല ചീസ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോഴേ പൊടി പൊടിയായിട്ടുള്ള ചീസ് കണ്ടിട്ടില്ലേ? പൊടിയായിട്ടുള്ള ചീസ്. സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോഴേ ഒരു ഇച്ചിരി എടുത്ത് അതിന്റെ മുകളിൽ വെതറിയാ മതിയല്ലോ. അപ്പൊ ഒരുപാട് കഴിച്ചൂല്ല, ഒരുപാടാവും. ഇതാകുമ്പോ ഇച്ചിരി എടുത്തങ്ങ് വെതറിയാ മതി ആവശ്യത്തിന്. പൊട്ടിച്ചു വെക്കാം, കവറിലിപ്പോ അതിൽ വെക്കാം. കുപ്പിയിലാകുമ്പോ സൗകര്യമായിട്ട് വെക്കാം. ഇത് ഫ്രിഡ്ജിട്ട് വെക്കണം എമർജൻസി. അതെ, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അന്നത്തെ സാധനങ്ങള്. കൊച്ചു കൊച്ചു സാധനങ്ങളാ. പക്ഷെ ദേ കൊറിയറും കൂടെ പൊട്ടിച്ചോട്ടോ. കൊറിയർ പൊട്ടിക്കാൻ ഈ സാധനം മാറ്റണം. കൊറിയർ വന്നത് അങ്ങനെയാണോ പൊട്ടിക്കേണ്ടത്? ഇതാദ്യം ഇവിടുന്ന് മേശയെന്ന് മാറ്റണം. അതെ, അപ്പൊ ഇനി കട്ട് ചെയ്യാം. എന്നാന്നറിയാവോ? അത് ഇല്ല, അതിന് പറ്റിയ മാനസികാവസ്ഥയല്ല. പകലൊക്കെ പോയിച്ചു പോകുന്നുണ്ട്, തലവേദനയുണ്ട്. വിളിച്ചിട്ടില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അത് എനിക്കുള്ള സാധനാട്ടോ. അമ്മയ്ക്കും വേണമെങ്കിൽ ഇടാം. ഷൂ അല്ല, ക്രോക്സ് പോലത്തെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു മഴയത്തിടുന്ന ചെരുപ്പാ. ഇപ്പോഴത്തെ ട്രെൻഡിയാ. യൂത്തന്മാരുടെ ചെരുപ്പാ. പക്ഷെ നല്ല കംഫർട്ടബിൾ ആട്ടോ ഇടാനായിട്ട്. ഞാനത് റീപ്ലേസ് ചെയ്ത് വരുത്തിയതാ. ആദ്യത്തെ എനിക്ക് സൈസ് കറക്റ്റ് അല്ലായിരുന്നു, പക്ഷെ ഇട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ബട്ടൺസ് ഊരാവുന്ന അങ്ങനെയല്ല, അത് പൊക്കുക ചെയ്യണ്ടേ. ഇത് ഇങ്ങനെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഊരാൻ പറ്റില്ല. ഇതിപ്പോ പാകാവോന്ന് വെച്ച് നോക്കാം. പാകമായിരിക്കും. 7 അല്ലേ അത്? അതൊന്നും എനിക്കറിയില്ല. കണ്ണാടി വെക്കണം. 7 ഇതിലുണ്ട്. പക്ഷെ എല്ലാം 7 ഒരേ രീതി ആയിരിക്കൂല. ബാറ്റയുടെ 7 കറക്റ്റ് ആയിരിക്കും. 7 നീ നോക്കാം, നോക്കിച്ച്. പൂക്കളൊക്കെ നല്ലതാണ്, പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ളത് എനിക്ക് വലിയ താല്പര്യമില്ല. ഇങ്ങനെ അടങ്ങി ഇത്രേ ഇരിക്കണത്. എയർ ഹോളൊക്കെ ഉണ്ട്. അയ്യോ, അല്ലെങ്കിൽ ഞാൻ നടക്കുമ്പോ ഇടിച്ച് പൊളിച്ച് നാശാവും. ഇന്നൊരു സ്ലാബായിട്ട് ഒരൊറ്റ ഇടി ഇടിച്ചു. ഞാൻ വിചാരിച്ചു കാല് പൊളിഞ്ഞു പോയിന്ന്. എന്നിട്ട് ചെരുപ്പില്ലേ, ഷൂ ഇല്ലേ, ഷൂ ഇടിച്ചിട്ട് ഡാമേജ് ആയിട്ടൊരു വലിയ കോമള വന്നു ഷൂവില്. പക്ഷെ ഭാഗ്യത്തിന് കാലിലൊന്നും സംഭവിച്ചില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ളത് വേണം. അല്ലെങ്കിൽ ഓപ്പൺ ആണെങ്കിൽ ഉണ്ടല്ലോ തവിട് പൊടിയാവും എന്റെ കാല്. ഷൂ നല്ലതാണ്, നടക്കുമ്പോ ശ്രദ്ധിക്കണം. കൊച്ചു കുട്ടികളൊന്നും അല്ല. പറഞ്ഞു തരാം, ഞാൻ ഇടിച്ചാ നടക്കണേ. സ്ലാബായിട്ടൊക്കെ പറഞ്ഞു തരേണ്ട പ്രായത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഇനി സ്വയം ചെയ്യേണ്ട പ്രായമായി സ്വയം ചെയ്തുകൊള്ളുക. മനസ്സിലായോ? അപ്പൊ ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കിയോ, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് തന്നെ പാക്ക് ചെയ്ത് വെക്കേണ്ടി വരും. എന്നിട്ട് അല്ലെങ്കിൽ പാക്കറ്റ് എനിക്ക് മാറ്റണം. ഇവിടുന്ന് ഈ അളിച്ചു പൊളിച്ചൊന്നും ഇടാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ. ഞാനങ്ങനെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. എനിക്കിഷ്ടമായിട്ടോ. സാധാരണ ഞാൻ ഈ മഴയത്തിടുന്നത് ഷൂ ടൈപ്പാണ് മേടിക്കണത്. നടക്കാനും എളുപ്പം ഷൂ ആണല്ലോ. അപ്പോൾ ഇത്തവണ ഒരു ഡിഫറെൻറ്റ് മോഡൽ മേടിക്കാമെന്ന് വിചാരിച്ചു. എനിക്കത് വീണ്ടും വീണ്ടും കണ്ടിട്ടും അത് ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണേ. എനിക്കിഷ്ടമല്ല.
പൂക്കൾ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. അത്രയും കവർ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടമാണെന്ന് പറയും. ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയും. അല്ല, ബ്ലാക്ക് ആവുമ്പോ ചെളി പിടിച്ചാൽ അറിയില്ലല്ലോ. എപ്പോഴും ചെളി കൂടെ ചവിട്ടണതല്ലേ. ഗ്രേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിനാകെ ബ്ലാക്കും പിങ്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഷെയ്ഡ് ഇല്ലായിരുന്നു. പിങ്ക് ആയിരുന്നു ഒന്നുകൂടി ഭംഗി, പക്ഷെ അത് പെട്ടെന്ന് ചെളിയാവും. മഴയത്ത് ഇടണതല്ലേ, അപ്പൊ വേഗം ചെളിയാവും. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സൈസും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട് കാണാൻ. ആ, അമ്മയുടെ കാലം നല്ല അടിപൊളിയായിട്ടുണ്ട്. അമ്മ ഇതിട്ട് നടക്കണ്ടോ? എനിക്ക് എന്നെ ചോദിച്ചോണ്ട് ചെരുപ്പ് നടക്കാൻ പറ്റില്ല. ഇതിന് അത്ര വെയിറ്റ് ഒന്നും ഇല്ല. നീ പക്ഷെ ആ മോഡൽ എനിക്ക് ഇഷ്ടമല്ല. നല്ല ചെരുപ്പാ, എനിക്ക് പക്ഷെ ഒത്തിരി ഇഷ്ടമായിട്ടോ അത്. അത് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ വാങ്ങിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അതെ, എനിക്ക് എന്നോട് ആ മോഡലിനോട് താല്പര്യമില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെടണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കത് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. അതോ അപ്പ കണ്ടിട്ടുണ്ടോ മോസറില്ല ചീസ്? നോക്കിയേ, ആ മൂല് ഡൈസ്ഡ് ചീസ്, മോസറില്ല ആൻഡ് ചെഡാർ ചീസ് ബ്ലെൻഡാണ്. ഇതെന്താ വെച്ചാൽ ആവശ്യത്തിന് എടുത്തിട്ടാ മതി, പൊടിയായിട്ടിരിക്കണോണ്ടേ. കാണാൻ ഇപ്പൊ വരാം. അത് വേണം. ഇത് നമുക്ക് എത്രയാണോ വേണ്ട അത് എടുത്തിട്ടാ മതിയല്ലോ. 200 ഗ്രാം. ലുലുല് നല്ലത്. ആ, ഡൈസ്ഡ് ചീസ്. എത്ര നാൾ കൂടിയ ഈ ചാളയൊന്ന് കാണണേ. അതിൻ്റെ ഒരു സ്മെല്ല് ഇങ്ങനെ മൂക്കിലോട്ട് അടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര നൊസ്റ്റാൾജിയ കേട്ടോ. നല്ല നെയ്യൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. നെയ്യ് സെപ്പറേറ്റ് വറുക്കാൻ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അതാണ് ഈ പൊട്ടണേ. അത് ഞാൻ കാണിച്ചു തരാം. നെയ്യ് സെപ്പറേറ്റ് വെച്ചേക്കണത് ഇല്ലല്ല. ഈ ചാള വറുത്തത് മാത്രം മതി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ. മതി, ധാരാളം മതി. തെങ്ങി വെക്കാം. കണ്ട് കൊതി പിടിച്ചവരുണ്ടോ? നാടൻ ചാള. അതെ 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 അതെ. ചാള കുറേ നാളായി നമ്മൾ കൂട്ടിയിട്ട്. അരപ്പ് വരട്ടി വെച്ചേക്കണം. ആ, നെയ്യല്ലേ, മുട്ടയും പതിര് അരപ്പ് വരട്ടി അങ്ങനെ ഇരിക്കുകയാണ്. ഇത് വറക്കാം. ഇത് കഴിഞ്ഞിട്ടായിരിക്കും അത് വറക്കണേ അല്ലേ? ചാളയൊക്കെ ഒന്ന് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ചൂടോടുകൂടി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. ഇതിപ്പോൾ നെയ്യും കൂടെ ഉള്ളതായത് കാരണം എൻ്റെ അമ്മയെ ഭയങ്കര രുചിയായിരുന്നു. പ്രത്യേകിച്ചും കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള സാധനം കഴിക്കുമ്പോൾ അതിന് രുചി കൂടിയതായിട്ട് നമുക്ക് തോന്നും അല്ലേ. ഞാനങ്ങനെ ചോറൊന്നും ഉണ്ണാറില്ല. ചോറും കൂടെ ഉണ്ടെങ്കിൽ ആ ചട്ടിയിലങ്ങ് തൂത്തു വാരി അങ്ങ് കഴിക്കണം. അമ്മ ഒന്നും പറയണ്ട, വേറെ എന്ത് 5 സ്റ്റാർ ഡിഷും പിന്നെ അതിൻ്റെ അടുത്ത് പോലും വരില്ല അല്ലേ. ഇത് നല്ല കിടില രുചിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. എനിക്കിതിപ്പോൾ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊതി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നാളെ കാണാം. ബൈ.